സാർ ആ ആ ഇതെന്താ കത്താണ്. ബഹുമാനപ്പെട്ട സാർ, ഈ കത്തുമായി വരുന്ന പേരക്കുട്ടി എന്താ പേര്? പേരക്കുട്ടി. പേരക്കുട്ടി നിങ്ങളെ പേര്? അതെ അതെ. കണ്ട ഒരു ആനക്കുട്ടിൻ്റെ ലുക്ക. എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. വന്ന ഓട്ടോറിക്ഷയിൽ തന്നെ മടങ്ങിപ്പോവേണ്ടതിനാൽ അയാൾക്ക് അടിയന്തരമായി ഡെത്ത് സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഒപ്പ് 2 കുത്ത്. അല്ല, വന്ന ഓട്ടോറിക്ഷ തന്നെ പോണോ? അതെ, ഇപ്പൊ തന്നെ പോണോ? പോണം. എന്നാ പോയിക്കോളി. അല്ല, എൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ്. എടോ, അതിന് അന്നെ കണ്ട മയ്യത്തായി തോന്നുന്നുണ്ടേ. അയ്യോ, എൻ്റെ അല്ല, എൻ്റെ അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അച്ഛനെ മയ്യത്തായത്? അത് ശരി. അപ്പൊ 2 കൊല്ലം കഴിഞ്ഞിട്ട് പോരും. ഈ 2 കൊല്ലം ഇപ്പൊ ഓട്ടോറിക്ഷ റോട്ടുമിൽ നിർത്തിയ റോട്ടുമിൽ അതിൽ വേറെ ഇറങ്ങിപ്പോവും ചിലപ്പോ. അല്ല, പ്രസിഡന്റിന്റെ ശുപാർശ കത്തുണ്ട്. ശുപാർശ? എടോ, ദിവസവും നിരവധി ശുപാർശയാണ് ഞങ്ങൾക്ക് ഇവിടെ വരുന്നത്. ഇത് കണ്ടോ, ഈ 11 മണിയായില്ല, കൊട്ട നിറഞ്ഞു കിടക്കുക. ഇത് ഞാൻ പ്രസിഡന്റിനോട് പറയും. നിങ്ങളുടെ കസേര ഞാൻ തെറിപ്പിക്കും, നോക്കിയോ. അത് ശരി. ഇതെന്താ റബ്ബർ പന്താണ് നമ്മളെ കസേര? ഇങ്ങനെ ചൂടായിട്ട് കാര്യമില്ല. ഇതൊക്കെ പടച്ചോനെ കൂടി വിചാരിക്കണം ഇതിന്റെ കാര്യത്തില്. അല്ല, എന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു. അത് കിട്ടിയിട്ട് വേണം കുടുംബത്തിൽ ഭാഗം വെപ്പ് നടത്താൻ. അപ്പൊ അതാണ് വിഷയോ, ഭാഗം വെപ്പ് അല്ലേ? ഏകദേശം അന്റെ ഡെത്ത് ആകുമ്പോഴേക്കും ഈ സർട്ടിഫിക്കറ്റ് കിട്ടും. എന്റെ പേരെന്തേനി? പേരക്കുട്ടി. എടോ പേരക്കുട്ടിയെ, ഈ ഗ്രാമപഞ്ചായത്തിലെ വിവാഹം, മരണം, പിന്നെ നികുതി, പെൻഷൻ തുടങ്ങി നിരവധി കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ഒരാളാണ് നമ്മൾ. ഇതിനൊക്കെ കുറച്ച് പണിയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ മോൻ പോയിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് വാ. ഒരു 6 മാസം കഴിഞ്ഞു വന്നാൽ കിട്ടുമോ? കിട്ടുവയ്ക്കും. പടച്ചവനോട് പ്രാർത്ഥിക്കുമ്പോ. ഗവൺമെന്റിന്റെ കാര്യമല്ലേ. അപ്പം ഞാൻ വരട്ടെ? വരട്ടെ എന്നല്ല, പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോ. പോട്ടെ. ആ, 6 മാസം കഴിഞ്ഞ് ഞാൻ വരും. ആ, നോക്കിയോ. ആ, വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തി വന്നിക്കുക. സാധനം പഠിക്കുക. ഇവിടെ ചുട്ടച്ചിക്ക് എൻ്റെ പെരുക്കം ഉണ്ടാവാൻ. ഓരോന്നിൻ്റെ ബർബ് കണ്ടാൽ അല്ല. വെറുതെ തിന്നു മുടിപ്പിക്കാനും അണിഞ്ഞൊരുങ്ങാനും ഒരു സാധനം. നിങ്ങളുടെ കൂടെ ജീവിച്ച് എനിക്ക് മടുത്തു. എത്രയും നേരിച്ചിട്ട് സഹിക്കുക. അതന്നെടി എനിക്കും ചോദിക്കാനുള്ളത്. ഞാൻ എത്ര കാലം ഇനി നിന്നെ സഹിക്കണം? ചാവുന്നത് വരെയോ? എന്നാ പിന്നെ നമുക്ക് പിരിയാം. പിരിയാന്ന് പറഞ്ഞാൽ നീ എന്നെ മോഹിപ്പിക്കാന്നല്ലാതെ പിരിയുന്നില്ലല്ലോ. എന്താ പിരിയാത്തത്? എനിക്ക് ഇന്ന് തന്നെ രണ്ടാളെന്ന് അറിയണം. എന്നാ ഇന്ന് തന്നെ പിരിയാം. പക്ഷെ വെറുതെ അങ്ങനെ പിരിഞ്ഞു പോകുന്ന വിചാരിക്കണ്ട കേട്ടോ. പിന്നെ എനിക്ക് ജീവനാംശം വേണം. എന്റെ ജീവൻ നശിച്ചു കാണണമെന്നാ നിനക്കല്ലടി? അതല്ല, ജീവനാംശം, ചെലവിനുള്ള പണം. അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. പള്ളിയിലേക്കല്ല, കോടതിയിലേക്കാ ഞാൻ പോണേ. പിന്നെ നീ കോടതിയിലേക്ക് നീ ചെല്ലി, അവിടെ കെട്ടി വെച്ചിരിക്കുകയാണ് ജീവനാംശം. എടി 5 പൈസ ഞാൻ തരില്ല. നമുക്ക് നോക്കാം. നോക്കാം. ഞാൻ ഇപ്പൊ തന്നെ ലോലിത വക്കീലിനെ പോയി കാണട്ടെ. ഞാനും വരാം. ആവശ്യം എന്റെ കൂടി ആണല്ലോ. വക്കീൽ ഫീസ് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. എന്നാലും കുഴപ്പമില്ല. വക്കീലെ, ഇവള് പറയുന്നു ഇവൾക്ക് വിവാഹമോചനം വേണമെന്ന്. എന്നാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലതാനും. നിങ്ങൾ വിവാഹിതരാണോ? ഞങ്ങൾ വിവാഹിതരാണ്. അപ്പൊ അതിന്റെ കാരണം നിങ്ങൾ വിവാഹിതരാണെന്നുള്ളതാണ് വിവാഹമോചനത്തിന് കാരണം. എന്തായാലും പിരിയാൻ തീരുമാനിച്ചല്ലേ? നന്നായി. അതെന്താ? അല്ല, എനിക്ക് ഫീസ് കിട്ടുമല്ലോ. പിന്നെ എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? 2 കൊല്ലായി. 2 കൊല്ലായി. ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ ആദ്യം. 2 കൊല്ലായി. 2 കൊല്ലായി. ഇതിനിടയിൽ എപ്പോഴെങ്കിലും വിവാഹമോചനത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വിവാഹമോചനത്തിനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല, പക്ഷെ കൊലപാതകത്തിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്. കണ്ട വക്കീലെ, ഇവള് മഴുന്തായി എടുത്ത് എന്റെ തലക്കടിച്ച് കൊല്ലുന്നല്ലേ പറഞ്ഞതിന് അർത്ഥം? വക്കീലെ, എനിക്ക് മനുഷ്യന്റെ മോചനം വേണം. മോചിപ്പിക്കാൻ ഞാൻ എന്താണ് നിന്നെ പിടിച്ച് കെട്ടിയിട്ടുണ്ടോ? നിനക്ക് പോയിക്കൂടെ എവിടെക്കെങ്കിലും? അതെ, ഇത് തല്ലുകൂടാനുള്ള സ്ഥലമല്ല. നിങ്ങൾ പുറത്തുനിന്ന് അകത്തോട്ട് കയറി വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങൾ വളരെ മനപ്പൊരുത്തുള്ള വിവാഹ ദമ്പതിമാരാണ്. സോറി. എന്ത് സോറി? പക്ഷെ അതെന്നെ മാത്രം ബോധ്യപ്പെടുത്തോണ്ടായില്ല. പിന്നെ 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 എന്ത് പിന്നെ? അവര് പറഞ്ഞാൽ നിങ്ങൾ മിണ്ടായിരിക്കൂ. പിന്നെ കോടതിയെ ബോധ്യപ്പെടുത്തണം. അതെങ്ങനെയാ? അവര് ചോദിച്ചാലും നിങ്ങൾ മിണ്ടായിരിക്കൂ. അതെങ്ങനെയാ? വിവാഹം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം. പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത കല്യാണത്തിന് നിയമസാധുതയില്ല. ഡിവോഴ്സും ജീവനാംശവും ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ കോടതി തെളിവ് ചോദിക്കും. അങ്ങനെ ഒരു കടലാസ് കയ്യിലുണ്ടോ? അങ്ങനെ ഒരു കടലാസ് ഇല്ല. ഇല്ല 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 ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ എന്താ? അവര് പറഞ്ഞല്ലോ നിങ്ങൾ മിണ്ടായിരിക്കൂ. ഇല്ല എങ്കിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരൂ. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ചെന്നിട്ട് സെക്രട്ടറി മൊയ്തു സാറിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. അയാളെല്ലാം ശരിയാക്കി തരും. അഡ്വക്കേറ്റ് ലോലിതൻ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. അവര് ചോദിച്ചല്ലോ നിങ്ങൾ മിണ്ടായിരിക്കൂ. അഡ്വക്കേറ്റ് ലോലിതൻ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. അല്ല, പേര് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി.
ലോലിതൻ. അതെ, അവർക്ക് മനസ്സിലായി. നിങ്ങൾ മിണ്ടായിരിക്കും. ഇത് വല്ലാത്തൊരു പൊല്ലാപ്പാണ് സാറേ. കല്യാണം കഴിച്ചതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇതൊന്ന് വേർപെടുത്തി കിട്ടാൻ. സാറേ, ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി. ആര്? ആ സാറാണോ? ഓ, മുണ്ടിയ വല്ലതും കൊഴിഞ്ഞു പോവോ? മുനിയോ? സാറേ നമസ്കാരം. ഞാൻ സത്യശീലൻ, കൊപ്പം വില്ലേജിലെ ചെറുകോട് അംശം മണ്ണങ്ങോട് ദേശത്ത് പൂഴിപ്പറമ്പത്ത് നാരായണൻ മകൻ സത്യശീലൻ. ഈ അംശം ദേശത്ത് ഇപ്പൊ എന്തൊക്കെയാ വിശേഷം? നല്ല വിശേഷം, അതങ്ങനെ പോണു. എനിക്ക് എൻ്റെ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എൻ്റെ സർട്ടിഫിക്കറ്റ് വേണം സാറേ. ആണോ? അല്ല ശീതള സാറേ, ഇന്നലെ വരത്തെ ഓട്ടോറിക്ഷയിൽ വന്നത് ഇതേ സർട്ടിഫിക്കറ്റ് മേടിക്കാനല്ലേ ഇനിയോ? അത് മരണ സർട്ടിഫിക്കറ്റ്, ഇത് വിവാഹ സർട്ടിഫിക്കറ്റ്. രണ്ടും ഒന്ന് തന്നെ. വിവാഹം ഒരു തരത്തിൽ വ്യക്തിയുടെ മരണമാണല്ലോ. ഈ വിവാഹം എന്ന സാമൂഹിക പ്രസ്ഥാനം തന്നെ തകർത്ത് കളയാം. മതി മതി മതി, ആ ബുദ്ധി വർത്താനം പറയണ്ട. ഈ തൊള്ളയിലെ നാവുകൊണ്ട് അങ്ങക്ക് പെണ്ണിട്ടാത്ത്. പെണ്ണ് കിട്ടാത്തോണ്ട് ബുദ്ധിജീവി ചമഞ്ഞ് നടക്കുക ഫിലോസഫിയും പറഞ്ഞിട്ട് മൂപ്പര്. കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ലെന്ന്. ഓ ഭാഗ്യവാ. അല്ല നമ്മളിത് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കാലായി? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമായി സാറേ. 2 കൊല്ലായി? അപ്പൊ മറ്റേത് വേണ്ടി വരൂ. എന്ത് മാപ്പപേസ? ഓ, കല്യാണം കഴിച്ചത് തെറ്റായി പോയെന്ന് എനിക്കറിയാം. അതിനിപ്പോ ഇവിടെ വന്ന് മാപ്പപേക്ഷ നൽകണത് എന്തിനാണ്? ഈ അംശം ദേശക്കാരന്റെ പേരെന്തേനി? പേരെന്തേനി? എന്റെ സത്യശീല. സത്യശീല. കല്യാണം കഴിഞ്ഞ 45 ദിവസത്തിനുള്ളിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വന്ന് രജിസ്റ്റർ ചെയ്യണമെന്നാണ് വെപ്പ്. അപ്പൊ അത് നടന്നില്ലേ? 2 കൊല്ലം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ മാപ്പപേസയും വേണോ, അതിന്റെ കൂടെ ഒരു 100 രൂപ പേ അടക്കേണ്ടി വരും. എന്നാ കിട്ടും. കല്യാണം കഴിച്ച എന്റെ പഴ. ഓ, വല്ലാത്ത പഴയണ പഴ. പിന്നെ വലിയ വലിയ പയ്യൊക്കെ നമുക്ക് തരികയാണെങ്കിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും. അല്ല ഇതെന്താ ഇപ്പൊ ഇത്ര വൈകിയത് രജിസ്റ്റർ ചെയ്യാൻ? അതിപ്പോ ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് സൽക്കാരം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഇവിടെ നീണ്ടു. പടച്ചോനെ 2 കൊല്ലം സൽക്കാരം? ഇനി അല്ല, 2 കൊല്ലം സൽക്കാരല്ല, പിന്നെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകള്, പ്രാരാബ്ധം, അങ്ങനെ നീണ്ടുപോയതാണ്. മനഃപൂർവ്വം. ശരി, ഇതിപ്പോ നിങ്ങൾ ഒറ്റക്ക് വന്നോണ്ട് കാര്യം നടക്കൂല കേട്ടോ. പെണ്ണുങ്ങൾ വേണോ, കെട്ടിയോള് വേണോ? ഓളെ കൂട്ടി വരണോ? അത് നടക്കും തോന്നുന്നു. നിയമമാണ് സത്യശീല. ഇയ്യും എന്റെ പെണ്ണുങ്ങളും കൂടെ പഞ്ചായത്ത് സെക്രട്ടറി ആയ മൊയ്തുവിന്റെ, അതായത് നമ്മളെ മുന്നിൽ വന്ന് ഒപ്പിട്ട് തന്ന കാര്യങ്ങളൊക്കെ നടക്കൂ. നിയമം വിട്ട് നമ്മൾ കളില്ലേ? അപ്പൊ ഓളെ കൂട്ടി വരാതെ കാര്യം നടക്കില്ലേ? എനിക്ക് എന്തെങ്കിലും കാര്യം നടത്തിക്കാനല്ലല്ലോ ഇപ്പൊ ഓളയും കുട്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞ. നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനല്ലേ? അപ്പൊ കൂട്ടി വരേണ്ടി വരും. ഇതാകെ ഇടങ്ങാറായല്ലോ. സർട്ടിഫിക്കറ്റ് വാങ്ങണൊക്കെ കഷ്ടം. ഇപ്പൊ ഓളെ എഴുന്നള്ളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. എന്താണ്? അല്ല, കൂട്ടിട്ട് വരാം. വരി. വന്നവിടെ കാണുകയോ ഉണ്ടാവും. ഇവിടെ അല്ലാണ്ട് എടപ്പമായി. അല്ല, ഒരു ആവശ്യത്തിന് വന്നതൊന്നും നടക്കില്ലേ? അത് നമ്മളെ ജന്മസ്വഭാവമായി പോയി. അതുകൊണ്ടാ. സാറേ, കല്യാണം കഴിക്കണ്ട കേട്ടോ. മാരനെയല്ല മണാളനെയല്ല മാനം കാക്കുമൊരാങ്ങിളയെ പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, കീശയിലാണേലൊന്നുമില്ല. പേരറിയാത്തൊരു കൂട്ടുകാര നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. നോക്കൂ തത്തേട്ടാ, കുഴപ്പമൊന്നുമില്ലല്ലോ. നീ ഇവിടെ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നൊന്നുമല്ലല്ലോ. ഇവിടെ സൗന്ദര്യത്തിനല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ സൗന്ദര്യം കണ്ണിൽ പിടിക്കാണ്ടേണ്ടെന്ന് എനിക്കറിയാം. മനസ്സിലാവണ്ട എനിക്കല്ല. മതി മതി, വാങ്ങോട്ട്. ശരി, എന്നാല് ഞാൻ മൂന്തിയാൻ പൈലേക്ക് ഇങ്ങനെ വരാം. സാറ് ഇതാണ് എന്റെ ഭാര്യ. സാറ് പറഞ്ഞിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാ. ആ സർട്ടിഫിക്കറ്റ് എനിക്ക് തരും. ഇരിക്കി. ഭാര്യയാണല്ലേ? അതെ. ഒഞ്ചത്തിയാണ് കേട്ടോ. കണ്ട കല്യാണം കഴിഞ്ഞാന്ന് തോന്നൂല. കല്യാണം കഴിച്ചെന്നുള്ള സർട്ടിഫിക്കറ്റ് ഞാൻ തരൂല. ആ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം. അല്ല, സർട്ടിഫിക്കറ്റ് തരാ. അല്ല, കല്യാണം കഴിഞ്ഞപ്പോ 2 കൊല്ലായി എന്നല്ല പറഞ്ഞേ? അല്ലാന്ന് ഇനിയിപ്പോ ഒരു കുട്ടി ഉണ്ടായിട്ട് സർട്ടിഫിക്കറ്റ് ഒരുമിച്ച് ഉണ്ടാക്കിയാ പോരെ? കുട്ടിയൊന്നും ഉണ്ടാവൂല. പഠിച്ച റബ്ബേ, എന്താ ഡോക്ടർമാരൊന്നും കാണിച്ചില്ലെങ്കിൽ? ഞങ്ങൾ ഡൈവേഴ്സ് ആവാൻ നിൽക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ്. പഠിച്ചോനെ, നമ്മളിത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. വിവാഹമോചനം നേടാൻ വിവാഹ സർട്ടിഫിക്കറ്റിന് വരുന്ന ദമ്പതിമാര് ഈ കസേലമ കുത്തിരുന്ന് നമ്മൾ എന്തൊക്കെ കാണണോ? സാർ, ഇത് എത്രയും വേഗം ഒന്ന് ശരിയാക്കി തരണം. മോളെ, അത്ര പെട്ടെന്ന് ശരിയാക്കാൻ പറ്റില്ലത്. ഇത് 2 കൊല്ലം സമയം എടുക്കുന്നു. ഇത് DTPക്ക് അയക്കണോ? DTPക്ക് അയക്കണത്. നിങ്ങൾ DTPക്കോ എക്കാലക്സിനോ എവിടേക്ക് പോകാനങ്ങ് അയച്ചോളി. എനിക്ക് ആ സർട്ടിഫിക്കറ്റ് എന്തായാലും കിട്ടണം. എക്കാലക്സോ നല്ലത്.
DDP എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പഞ്ചായത്ത്. മൂപ്പർക്ക് അപ്രൂവൽ ഇങ്ങോട്ട് പാസ്സായിട്ട് വരണം. എന്നിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു പണി, നിങ്ങൾ ശീതളൻ സാറെ ഒന്ന് പോയി കാണി. ശീതളൻ സാർ അപ്പുറത്തെ റൂമിലുണ്ട്, മൂപ്പര് പോയി ഒന്ന് കാണി, ചിലപ്പോൾ എന്തെങ്കിലും നടക്കും. അപ്പൊ സാറ്? അല്ല, ഞാൻ പിന്നെ നമുക്കൊന്ന് കണ്ടു പരിചയപ്പെടാൻ വെച്ചിട്ട് വരാൻ പറഞ്ഞാണ്. ഒന്ന് പരിചയപ്പെട്ടേക്കണ നല്ലല്ലേ, മൊയ്യെല്ലാം പോകുമല്ലേ വെച്ചിട്ട് അല്ലേ ഉണ്ടാവും. നമസ്കാരം സാർ. നമസ്കാരം. അത് കയ്യിൽ വെച്ചോണ്ടിരിക്കാൻ അല്ലാണ്ട് കൊടുക്ക്. ഞങ്ങൾക്ക് വിവാഹമോചനം ആവശ്യമായി വന്നിരിക്കുന്നതിനാൽ വിവാഹം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നിരിക്കുന്നു. ആയതിനാൽ ആയത് അനുവദിച്ചു തരുവാൻ വിനീതമായി അപേക്ഷിക്കുന്നു. നിങ്ങളെന്താ ആളെ കളിയാക്ക? സാറേ, ഈ സർട്ടിഫിക്കറ്റ് ഒന്ന് വേഗം തരണം. അതെ, നിങ്ങൾ ഈ അപേക്ഷ പൂരിപ്പിച്ചിരിക്കുന്നത് തെറ്റാ. ഫോറം 2 വേണം അപേക്ഷിക്കാൻ. അയ്യോ, അപ്പൊ അത് എവിടെ കിട്ടും? അതിവിടെ കിട്ടും. പിന്നെ 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം. പിന്നെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, SSLC ബുക്ക്, ഇങ്ങനെ രേഖകൾ കുറേ വേണം. അപ്പൊ കുറെ സർട്ടിഫിക്കറ്റ് നമ്മൾ അങ്ങോട്ട് തന്നാൽ നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് തരും. അത് മാത്രം പോരാ, അപേക്ഷ 2 സംയുക്തമായി പൂരിപ്പിച്ച് ഒപ്പിടണം. അതായത് ഒത്തൊരുമയോടെ വേണം പൂരിപ്പിക്കാനും ഒപ്പിടാനും. അതൊക്കെ ഞങ്ങൾ ഏറ്റു. പിരിയണം എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഞങ്ങൾ നല്ല പൊരുത്തത്തിലാ. അപ്പൊ ഒപ്പിടാനും അത് മതി. അപേക്ഷ ഫോം തന്നോളൂ. അതങ്ങനെ വെറുതെ തരാൻ പറ്റില്ല. കാശ് തരാം, 5-10. 5-10 കൊണ്ട് എന്ത് ചെയ്യാനാ? ഒരു 500 കൂടെ. അത്രയും വേണോ സാറേ? അത്രയും തന്നാൽ കാര്യം എളുപ്പത്തിൽ നടക്കും. പൂരിപ്പിക്കാൻ ഇവിടെ ആളുണ്ട്, അയാൾക്കും കൊടുക്കണം കൈമടക്ക്. എന്നാ നീ കൊടുക്ക്. നിനക്കല്ലേ എൻ്റെ കയ്യിൽ നിന്ന് ജീവനാംശം കിട്ടാൻ പോകുന്നത്. നാശല്ല, ജീവനാംശം. 500 റുപ്യ ഉണ്ട്. ഗാന്ധി കൂടെ ഉള്ളപ്പോ ഒരു സമാധാന. അതെല്ലേ? താൻ താടോ അങ്ങനെ തുറച്ചു നോക്കണേ? അല്ല, അപേക്ഷ പൂരിപ്പിക്കാനായിട്ട് മാഡത്തിന്റെ താൻ എന്തിനാ എന്റെ ബാഗിലേക്ക് നോക്കണേ? ബാഗിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പൂരിപ്പിച്ചിട്ട് കാര്യമുള്ളൂ. കക്കാൻ പഠിച്ചാൽ നിക്കാൻ പഠിക്കണം, നിക്കാൻ പഠിച്ചാൽ നിലനിൽക്കാൻ പഠിക്കണം എന്നാണല്ലോ. എന്നാ പോയി പണിയെടുക്കുക. ചെല്ലേ പോട്ടെ പോട്ടെ. സർ, ഫോം 2 സംയുക്തമായി ഒപ്പിട്ടു. ആണോ? നന്നായി. അപ്പോ ഇനിയിപ്പോ എല്ലാം ക്ലിയർ ആയല്ലോ. ഇനി സർട്ടിഫിക്കറ്റ് തന്നൂടെ? ഇനിയിപ്പോ അല്ല സത്യശീല, ഇതിൻ്റെ അകത്ത് സാക്ഷികൾ ഒപ്പിട്ടിട്ടില്ലല്ലോ. എടോ, കല്യാണം കണ്ട സാക്ഷികൾ 2 ഒപ്പിടണ്ടേ? ഒപ്പില്ല. എന്റെ പൊന്ന് സാറേ, ഇനിയിപ്പോ സാക്ഷികളൊക്കെ എവിടുന്ന് സംഘടിപ്പിക്കാനാണ്? ആ 2 ഒപ്പ് ഞാൻ അങ്ങിട്ട് എടങ്ങര് വർത്താനം പറയില്ലേ? സർക്കാർ കാര്യം അത്. അതൊന്നും നടക്കൂല. ഏടും പോയി 2 സാക്ഷികൾ ഒപ്പ് സംഘടിപ്പിച്ചിട്ട് വരി, നടക്കൂല. അല്ല, ഇനിയിപ്പോ അത് സംഘടിപ്പിച്ചിട്ട് വരുമ്പോ വേറെ വല്ലതും വേണമെന്ന് പറയോ? അത് അപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. പറയും പോലെ കല്യാണക്കുറി വേണേ. കല്യാണക്കുറി വേണോ, പിന്നെ കല്യാണം പള്ളിയിൽ നിന്നാണോ അമ്പലത്തിൽ നിന്നാണോ കഴിഞ്ഞ വെച്ചാൽ അവിടുത്തെ ഒരു കത്തും വേണം. എന്റെ പൊന്ന് സാറ്, 2 കൊല്ലം മുമ്പ് നടന്ന കല്യാണത്തിന്റെ കുറിയൊക്കെ ആരെങ്കിലും സൂക്ഷിച്ചു വെക്കുവോ? അല്ല, ഈ അമ്പലത്തിൽ നിന്നുള്ള കത്ത് ഉറപ്പായിട്ടും വേണോ? രേഖകളൊക്കെ നിർബന്ധം ഞങ്ങൾക്ക്. ഗവൺമെന്റിന്റെ നിങ്ങൾ കല്യാണം കഴിച്ചു ഇപ്പൊ ഞങ്ങൾക്ക് എന്താ തെളിവ്? പൊന്ന് സാറേ, ഞങ്ങൾ കല്യാണം കഴിച്ചു എന്നുള്ള ഏറ്റവും വലിയ തെളിവല്ല ഞങ്ങൾ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നത്. ഇത് ഡൈവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട്. അത് ശരിയാണല്ലോ അല്ലേ? പിന്നല്ലേ? അത് ശരിയാ. അപ്പൊ അല്ലല്ല, അത് പോരാ. സാക്ഷികൾ വേണം. 2 സാക്ഷികൾ എന്തായാലും വേണം. നിങ്ങൾ ചെല്ലി, ആരും കിട്ടുമോ നോക്കി. സാർ, അത് എങ്ങനെയെങ്കിലും ഒന്ന്. നടക്കൂല മോനെ, അടങ്ങറാക്കല്ലേ. ചെല്ലി, ഗവൺമെന്റ് കാര്യമാണ്, അതുകൊണ്ടാണ്. ചെല്ലി. എന്നൊരു കാര്യം ചെയ്യാം, പുറത്തു പോയി നിൽക്കാം. ആരെങ്കിലും കാണും, എന്നിട്ട് ഒപ്പിടിക്കാം. വാങ്ങോട്ട്. എന്താ സ്വരച്ചേർച്ചൊക്കെയാണല്ലോ 2 പിന്നെ എന്തിനാ പേര് പിരിയണത്? ഇവിടെ മതി. ഇനി എന്തെങ്കിലും തരണ്ടേ? അല്ല സാറേ, അതിൽ ഒരുപാട് കാശുണ്ട്. വേണമല്ലോ. ഈ 2 ഒപ്പിന് ഇത്രയും കൂടുതൽ കാശ് വേണോ? ഈ ഒപ്പിനൊക്കെ ഒരുപാട് വിലയുണ്ട് സാറേ. പിന്നെ നിങ്ങളുടെ ഒപ്പ് ലേലം ചെയ്ത് വിൽക്കാനുള്ളതല്ലേ, തങ്കലിപികളാണ് എഴുതിയത്. എന്തെങ്കിലും ആട്ടെ, നിങ്ങൾ 2 പേരും അപ്പോ എന്റെ കല്യാണത്തിന്റെ സാക്ഷികളാണ്. പഞ്ചായത്തിൽ ആര് ചോദിച്ചാലും അങ്ങനെ പറയാവൂ. അത് പിന്നെ പറയാനുണ്ട്. സാറിന്റെ കല്യാണത്തിന് 10 തരം പായസം കൂട്ടി ഉണ്ടാണെന്ന് ഞാൻ പറയും.
എത്ര? 10 5 കുറക്കില്ല, പ്രമേഹം പിടിച്ച് ചത്തു. 5. അപ്പൊ ശരി. അതെ, നമ്മുടെ കല്യാണക്കത്ത് എന്റെ വീട്ടിലൊന്നും ഇല്ല. ആ ഇല്ലെങ്കിൽ വേണ്ട. അതുകൊണ്ട് ഞാൻ DTP സെന്ററിൽ പോയിട്ട് പുതിയതൊരെണ്ണം ഉണ്ടാക്കി. എങ്ങനെയുണ്ട്? ആ കൊള്ളാം. പുത്തം പുതിയ കല്യാണക്കത്ത്. വിവാഹമോചനത്തിന് വേണ്ടി കത്തടിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദമ്പതികൾ. ഈശ്വര, എന്റെ യോഗം. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എല്ലാ രേഖകളും ഒപ്പിച്ചെടുത്തൂലോ. ഈ ഉത്സാഹമൊക്കെ വേറെ ചില കാര്യങ്ങളോട് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവിതം കുട്ടിച്ചോറാവില്ലായിരുന്നു. അപ്പൊ എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയതോ? ഇനി വഴി കിടന്ന് വഴക്കടിക്കണ്ട. വഴക്ക് എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാനുള്ള വഴി കണ്ടുപിടിക്കാം. ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങിട്ട് വരാം. ഞാൻ വീട്ടിലേക്ക് പോവാ. നീ എവിടേക്കെങ്കിലും പൊക്കടി. നമസ്കാരം സാറേ. ആ രേഖകളൊക്കെ ഉണ്ടല്ലേ സത്യശീല? എല്ലാം ഉണ്ട് സാറേ. അല്ലാണ്ട് ബുദ്ധിമുട്ടി അല്ലേ? സാക്ഷികളുടെ ഒപ്പുണ്ട്, കല്യാണം നടന്ന അമ്പലത്തിൻ്റെ കത്തുണ്ട്, കല്യാണക്കത്ത്. പക്ഷെ സത്യശീല എന്നാലും ഉണ്ടല്ലോ പ്രശ്നം. ഇനി എന്താണ് പ്രശ്നം സാറേ? കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം 2 എന്നല്ലേ പറഞ്ഞത്? 2 കൊല്ലം 1 കഴിഞ്ഞാലേ ഗസറ്റഡ് ഓഫീസറോ പഞ്ചായത്ത് മെമ്പറോ ഒപ്പിട്ട സാക്ഷ്യപത്രം വേണം. ഞങ്ങളുടെ മോള് മെമ്പറുടെ കയ്യിൽ നിന്ന് അത് കിട്ടില്ല. അതിൻ്റെ അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 1-2 പറഞ്ഞിട്ട് തെറ്റി. ഇനിയിപ്പോൾ മൂപ്പരത് തരുമോ? തരൂല. പിന്നെ ഈ ഗസറ്റഡ് ഓഫീസറൊക്കെ അതൊക്കെ ഞാൻ എവിടെ പോയിട്ട് തരും സാറ്? ആ സാക്ഷ്യപത്രം ഉണ്ടെങ്കിലേ എനിക്ക് DTPക്ക് ഇത് ഫോർവേഡ് ചെയ്യാൻ പറ്റൂ. ഇനിയിപ്പോ ഫോർവേഡ് ചെയ്താൽ തന്നെ 2 കൊല്ലം കഴിയുമ്പോൾ അപ്രൂവൽ ആവാൻ. അതും ശരിയാ. അതെ, എനിക്ക് വേണ്ട നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്. കുറെ കാലമായാലും നിങ്ങൾ എന്നിട്ട് ഈ കുരങ്ങ് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, നാട്ടുകാർ പച്ചക്ക് കത്തിക്ക് ഓഫീസ് കത്തിച്ചാലും അവർക്ക് തന്നെ നഷ്ടം. ഈ ചുവപ്പ് നാട് കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നതേ അവരുടെയൊക്കെ ജാതക, അല്ലാതെ ഞങ്ങളുടെ ശമ്പളമൊന്നും കത്തിപ്പോകാൻ പോകുന്നില്ല. അല്ല, നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് തരില്ലേ? നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടുകൊന്നില്ലേ, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. എന്തായി പോയ കാര്യം കുന്തായി, കിട്ടില്ല. ഇനി 2 കൊല്ലം പിടിക്കും സർട്ടിഫിക്കറ്റ് കിട്ടാൻ. അപ്പൊ 2 കൊല്ലം ഞാൻ നിങ്ങളെ സഹിക്കണമെന്നാ? 2 കൊല്ലം ഞാൻ നിന്നെ സഹിക്കണമെന്നാ? ഈ കല്യാണം എന്ന് പറയുന്നത് വല്ലാത്തൊരു കൊല്ലാപ്പന്നെ. താലികെട്ടിൽ 2 മിനിറ്റ് കൊണ്ട് കഴിയും. ഒരായുഷ്കാലം മുഴുവൻ വേണം ഒന്ന് പുറത്ത് കിടക്കാൻ. 2 കൊല്ലം പോയിട്ട് 2 നിമിഷം പോലും എനിക്ക് നിങ്ങളെ സഹിക്കാൻ പറ്റില്ല. ഒരു ഉളുപ്പില്ലാതെ കയറി വന്നിരിക്കുന്നു, ഒരു വകയ്ക്ക് കൊള്ളാത്ത. ഏത് വകയ്ക്കാടി എന്നെ കൊള്ളാത്തത്? ഒരു വകയ്ക്കും കൊള്ളില്ല. അല്ലെങ്കിൽ ഇപ്പൊ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വരില്ലായിരുന്നോ? നീ ഇത്ര വലിയ കാര്യപ്രാപ്തി ഉള്ളതാണെങ്കിൽ പോയി വാങ്ങിച്ചിട്ട് വാടി. ഞാൻ കാണിച്ചു തരാം. സർക്കാർ ഓഫീസിൽ കയറിയിട്ട് എങ്ങനെയാ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ആ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഞാൻ ഇങ്ങോട്ട് കയറില്ല. എന്നാ പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കട്ടെ. എന്താ പറഞ്ഞ? സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കട്ടെ എന്ന്. അത് വാങ്ങിച്ചിട്ട് നീ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോ അത് കിട്ടാതിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിച്ചത്. എന്താ കുഴപ്പം? ഓഹോ, അങ്ങനെയാണ് അല്ലേ? ഞാൻ കാണിച്ചു തരാം. നാളെ ഞാൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇങ്ങോട്ട് വരില്ല. ഞങ്ങൾ ചെന്നാ മതി, സർട്ടിഫിക്കറ്റ് കൂടെ പോരും. അതെ സാറേ. ഹലോ, ഇവിടെ ഞാനാണ് പഞ്ചായത്ത് സെക്രട്ടറി. ഇങ്ങോട്ട് പോരി. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നു വേറെ ഇഷ്ടം. ചെന്നോളൂ കുഞ്ഞേടത്തി. ഞാൻ വത്സല, ഓർമ്മയുണ്ടല്ലോ അല്ലേ? മറക്കാൻ പറ്റുമോ? കെൽബിൽ കൊത്തി വെച്ചിക്കില്ലേ മുഖം? എന്താ പറഞ്ഞ? സത്യം പറയാലോ, നിങ്ങളെ ഭർത്താവില്ലേ സത്യശീലൻ, ഒരു ബോർണ. അല്ലാതെ ഇത്രയും മൊഞ്ചുള്ള നിങ്ങളെ മൂപ്പര് മണ്ടാൻ നോക്കുവോ? ഞാൻ ഏട്ടനെ വേണ്ടാന്ന് വെച്ചേ. ആയിക്കോട്ടെ, നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോൾ നിങ്ങളെ ബന്ധം പിരിഞ്ഞാലും നിങ്ങൾക്ക് ആരും ഇല്ലാന്നൊന്നും വിചാരിക്കരുത്. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ അല്ലേ? ഞാനിവിടെ കൂട്ടന്വേഷിച്ച് വന്നതൊന്നല്ല. എന്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളതിന് എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണം. അതൊന്ന് തരാൻ പറ്റുമോ? ഇത്തിരി അർജന്റാ. അങ്ങനെ അർജന്റ് ഉള്ള ഒരു സാധനം ഇവിടെ കിട്ടില്ല. ഇത് സർക്കാർ ഓഫീസല്ലേ. ഞങ്ങൾ എത്ര തിരക്കൂട്ടിയിട്ടും കാര്യമില്ല. ഈ ചുമന്ന നാട് കെട്ടിയ ഫയലൊക്കെ ഒച്ചിന്റെ വേഗത്തിലേ കഴിയും. സോറി സിസ്റ്റർ. ശീതളം പറഞ്ഞ അതിന്റെ നേര്. അല്ലാണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. എന്തായാലും 3 കൊല്ലം മുമ്പ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ അയച്ചാച്ചിട്ട് ഇങ്ങോട്ടുള്ള വരവൊന്നും മുടക്കണ്ട കേട്ടോ. മുമ്പൊക്കെ എന്തെങ്കിലുമൊക്കെ മുണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ അല്ലേ? ഒരു കല്യാണം കഴിച്ച സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിട്ട് തന്റെ ഒക്കെ തിരുമോന്ത എത്ര പ്രാവശ്യം ഞാൻ കാണണോ? അതിനിപ്പോ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ നാട്ടുകാരെ കണ്ട ഒരു സന്തോഷല്ലേ? നാട്ടുകാരിങ്ങനെ വെപ്രാളപ്പെട്ട് ഓരോ ദിവസം തന്റെ മുമ്പ് കൂടെ 3-4 നേരം കയറി ഇറങ്ങണതൊക്കെയാണ് തന്റെ സന്തോഷം അല്ലേ? നാട്ടുകാർക്ക് പ്രാണവേദന, മൊയ്തൂന് വീണവായത്. നിങ്ങളിങ്ങനെ ചൂടാവില്ല. നിങ്ങൾ ചൂടാവുമ്പോ നിങ്ങളുടെ മുഖം ചോന്ന് തുടിക്കണം. അത് നമുക്ക് സഹിക്കണില്ല. എന്നാ പിന്നെ സാറ് DTP ഓഫീസിൽ പോയിട്ട് എനിക്കെല്ലാം ശരിയാക്കിതാ വേഗം. നടക്കൂല. നടക്കണ്ട, വണ്ടി വിളിച്ച് പോയാ മതി. അതല്ല മോളെ. അല്ല പെങ്ങളെ. അല്ല ബീവിയെ. വത്സല ഇൻഷലാ ഉദ്ദേശിച്ചത്. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അതെ.
അല്ല വെറുതെ അങ്ങനെ സംഗതി നടക്കൂലെന്നാ പറഞ്ഞു. ഇതിനൊക്കെ യാത്രാ ചെലവും യാത്രാക്കൂലിയൊക്കെ ഉണ്ട്. പെട്രോളിനൊക്കെ ഇപ്പൊ എന്താ വില അല്ലേ? പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഞാൻ തന്റെ ഈ ഓഫീസ്. ഒരു കല്യാണം കഴിച്ചതിന് ഞാൻ നിങ്ങൾക്കൊക്കെ കൈക്കൂലി തരണല്ലേ? 5 പൈസ തരില്ല ഞാൻ രണ്ടെണ്ണത്തിനും. തന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അല്ല ശീതള സാറേ, ഏത് പാഠം പഠിപ്പിക്കുന്ന പോള് പറഞ്ഞു? സാമൂഹ്യ പാഠം. 2 വർഷം മുമ്പത്തെ കല്യാണക്കത്ത് അടിച്ചതിന് ഇന്നത്തെ ഡേറ്റ്. ഇത് മന്ദബുദ്ധിയാണോ ദൈവമേ? വന്നല്ലോ. ഇങ്ങ് വാ. എന്നെ വെല്ലുവിളിച്ച് പോയതാണല്ലോ. എവിടെ സർട്ടിഫിക്കറ്റ് കാണട്ടെ? അത് അവിടുത്തെ ചുവപ്പ് നാടയിൽ കുടുങ്ങി കിടക്ക. എടീ, നമുക്ക് ഈ ജന്മത്ത് വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടില്ല, വിവാഹമോചനവും നടക്കില്ല, നിനക്ക് കാശും കിട്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ ഒരു വഴിയുണ്ട്. ഇരിക്കെന്ന് ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. നീ അടിച്ച കത്തിൽ ഇപ്പോഴാണ് മുഹൂർത്തം. വേണമെങ്കിൽ ഇതുവരെയുള്ള വഴക്കും വക്കാണോ എല്ലാം അവസാനിപ്പിച്ചിട്ട് രണ്ടാമത് ഒന്നുകൂടെ ജീവിച്ച് തുടങ്ങാം. താല്പര്യമുണ്ടെങ്കിൽ നല്ല പോലെ ആലോചിച്ചിട്ട് മതി, വേണോ വേണ്ടയോ എന്ന്. ഞാനൊരു കോംപ്രമൈസ് എന്നുള്ള നിലയ്ക്ക് ആദ്യം പറഞ്ഞതാണ്, ഒരു വിട്ടുവീഴ്ച. എന്ത് വേണം? അതെ, ഞാനിങ്ങനെ കടപെടാന്ന് പറയുന്നല്ലേ ഉള്ളൂ. എൻ്റെ മനസ്സ് ശുദ്ധാന്നറിയില്ലേ? എനിക്ക് സമ്മതാ. എടീ, എന്താ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? അതിന് ബുദ്ധിയുള്ളവർക്കല്ലേ തോന്നുള്ളൂ. എന്തടി എന്റെ ബുദ്ധിക്കൊരു കുഴപ്പം? നിങ്ങളുടെ മണ്ടത്തരം തന്നെയാ ഇതിനൊക്കെ കാരണം. ഓ, ഇത് നീണ്ടുപോകുമെന്ന് തോന്നുന്നില്ല. എനിക്കും തോന്നണില്ല. എന്നാ പിന്നെ നീ നിന്റെ പാട്ടിന് പോടി. ഞാൻ